മലയാളി വൈദികരെയും കന്യാസ്ത്രീകളെയും വീണ്ടും ആക്രമിച്ച ബജരംഗ് ദൾ പ്രവർത്തകർ. ഒഡീഷയിലെ ജലേശ്വറിലാണ് സംഭവം. മതപരിവർത്തനം ആരോപിച്ചാണ് വൈദികരെ 70 പേരടങ്ങുന്ന സംഘം ആക്രമിച്ചത്. സജു തോമസ് വിവരങ്ങൾ നൽകാനായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. സജു, വീണ്ടും അതേ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇത് എവിടെ, ഏത് സ്ഥലത്താണ്, എപ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത്? ഈ കഴിഞ്ഞ ദിവസമാണ് ഒഡീഷയിലെ ജലേശ്വറിൽ ഇത്തരത്തിൽ വീണ്ടും വൈദികർക്കും പ്രത്യേകിച്ച് മലയാളി വൈദികർക്കും കന്യാസ്ത്രീകൾക്കുമെതിരെ ബജരംഗ് ദൾ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ആദിവാസി മേഖലയിലേക്ക് മരണപരമായ ചടങ്ങുകൾക്ക് പോയിട്ട് വരുന്ന അതിന്റെ ഒരു പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് പോയിട്ട് വരികയാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. വാഹനങ്ങൾ അടക്കം അടിച്ചു തകർക്കുകയും അതുപോലെ തന്നെ ഈ വൈദികരെയും കന്യാസ്ത്രീകളെ ഒപ്പമുണ്ടായിരുന്നവരെയും ആക്രമിക്കാൻ ശ്രമിച്ചുവെന്നാണ് മീഡിയ വണ്ണിനോട് ഈ ആക്രമിക്കപ്പെട്ട വൈദികൻ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ സംഭവം കഴിഞ്ഞ ദിവസം രാത്രി സംഭവിച്ചത് പിന്നെ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായത്. പ്രത്യേകിച്ച് നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വലിയ വിവാദങ്ങളായിട്ട് വീണ്ടും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ഭരണകൂടം നിശബ്ദത പാലിക്കുന്നു എന്നുള്ള ചോദ്യമാണ് പ്രധാനമായിട്ടും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഗ്രാമത്തിലേക്ക് മാറിയത് കൊണ്ട് മാത്രമാണ് ഇവർ രക്ഷപ്പെട്ടെന്നാണ് ഈ ആക്രമണത്തിന് ഇരയായ വൈദികൻ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. കന്യാസ്ത്രീമാരെയും ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും അവർ മറ്റൊരു വാഹനത്തിലേക്ക് അവരെ കയറ്റി അവരെ ഈ അതായത് വനമേഖലയിലേക്ക് അവർ വന്ന സ്ഥലത്തേക്ക് തന്നെ മടക്കിക്കൊണ്ടുപോയത് കൊണ്ട് മാത്രമാണ് അവരെ രക്ഷിക്കാനായത്. വലിയ ആക്രമണമാണ് ഈ ബജരംഗ് ദൾ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. തന്നെയും തന്റെ കൂടെ ഉണ്ടായിരുന്ന വൈദികരെയുമാണ് ആക്രമിച്ചത് എന്നാണ് ഇപ്പോൾ ഈ ആക്രമണത്തിന് ഇരയായ ലിജോ നിരപ്പേൽ എന്ന് പറഞ്ഞ അച്ഛൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വൈദികൻ ഇദ്ദേഹത്തോടൊപ്പം തന്നെ ജോജോ എന്ന് പറയുന്ന മറ്റൊരു വൈദികനെയും 2 കന്യാസ്ത്രീകളെയുമായിരുന്നു ആക്രമിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വലിയ ആക്രമണങ്ങൾക്ക് ഇരയായതിനു ശേഷവും ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഇപ്പോഴും ഉയരുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്ത്യാനികൾക്ക് നേരെയും ക്രിസ്ത്യൻ മതപുരോഹിതർക്ക് നേരെയും ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുമ്പോൾ പോലും എന്തുകൊണ്ട് ഭരണകൂടം മൗനം പാലിക്കുന്നു എന്നുള്ള ചോദ്യമാണ് നിലവിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും കേന്ദ്ര സർക്കാർ മൗനം പാലിക്കുന്നു എന്നുള്ളതാണ് വളരെ നിരാശാജനകമായ കാര്യം. പ്രത്യേകിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ടപ്പോൾ CBCI പോലും വലിയ വിമർശനങ്ങൾ ഉയർത്തിയിരിക്കുകയാണ്. നാളെ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകാൻ വേണ്ടി ഒരുങ്ങുകയാണ് CBCI. എന്തായാലും നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്ന CBCIയും ഇത്തരം കാര്യം തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ക്രിസ്ത്യൻ മതപുരോഹിതർക്ക് നേരെയും കന്യാസ്ത്രീകൾക്ക് നേരെയും നിരന്തരമായിട്ട് തുടർച്ചയായിട്ട് രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകണമെന്നും ശക്തമായ പ്രതിരോധങ്ങൾ തീർക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് ക്രിസ്ത്യൻ സഭകളടക്കമുള്ളവർ. അമൃത. ശരി.